ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. എല്ലാവരും ചേർന്ന് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ദീപികാരണത്തിലേക്ക് തന്നെ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. ഹൃദയത്തിലെ യേശുവേ യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു. ഓ എന്റെ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ മക്കളെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളായ മക്കളെ നീ അവിടെ കാണണം. പഠനത്തിൽ വേണ്ട രീതിയിൽ മാർക്ക് കിട്ടാത്ത അവസ്ഥ, വേണ്ട രീതിയിൽ ഉയർച്ച ലഭിക്കാത്ത അവസ്ഥ, പല പരീക്ഷകളും എഴുതി പരാജയപ്പെട്ടിരിക്കുന്ന മക്കൾ, ഇതുപോലെ തന്നെ മക്കളെ ഓർത്ത് നൊമ്പരപ്പെടുന്ന മാതാപിതാക്കൾ, അവിടെ എല്ലാ കണ്ണുനീരുകൾ ഈ സമയം കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നിട്ടും പ്രതീക്ഷയോടുകൂടി വിശ്വസിച്ച അബ്രാഹത്തിന്റെ വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. രണ്ട് കരങ്ങൾ കർത്താവ് സന്നിധിയിലേക്ക് ഉയർത്തി മക്കൾക്ക് വേണ്ടി കരമുയർത്തുന്നത് വിളിച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, അതിനെ തുറന്ന് ഹൃദയം തുറന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, ഇരു കരമുയർത്തി വിളിച്ചുടരട്ടെ. യേശുവേ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മക്കളെ പ്രാർത്ഥിച്ചു. ഈ സമൂഹത്തിൽ കടബാധയിൽ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. സമ്പാദിച്ച മുഴുവൻ ലോൺ അടച്ചു തീർക്കാനേ സാധിച്ചിട്ടുള്ളൂ. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുത്തത്, ഇതുപോലെ തന്നെ രോഗപീഠകൾ വന്നു കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ കൊടുക്കുവാൻ വേണ്ടി ലോൺ എടുത്തത്, മക്കളുടെ വിവാഹങ്ങൾക്ക് വേണ്ടി ലോൺ എടുത്തത്. എന്നാൽ കർത്താവേ, തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുടെ കണ്ണുനീരുകൾ കർത്താവേ നീ കാണണമേ. ഈ സമയം വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ തരും. കടബാധയുടെ കടന്നു പോകുന്ന മക്കൾ, ജപ്തി നോട്ടീസുകൾ, ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ, സമ്പാദിച്ച് മുഴുവൻ കർത്താവെ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ, ജോലിയിൽ പരാജയം, ബിസിനസ്സിൽ പരാജയം, കൃഷിനാശികളിലൂടെ കടന്നു പോകുന്ന മക്കൾ എല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഈ സമയം ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ, വിശ്വാസത്തോടുകൂടെ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നതായി കണ്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിയ മക്കളെ യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് കടബാധയുടെ കുടുംബങ്ങൾ, വ്യക്തികളൊക്കെ കരമുയർത്തി വിളിച്ച് നിരട്ടെ. യേശുവേ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എല്ലാ മക്കളും പ്രാർത്ഥിച്ചു. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവേ, വിവിധങ്ങളായ രോഗപീഠകളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ സമയം അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായ മക്കളിലേക്ക് സൗഖ്യം വ്യാപിക്കട്ടെ. മാരകമായ രോഗത്തിന് പിടിയിൽ അമർന്നിരിക്കുന്നത് ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ട്യൂമർ രോഗികൾ, ഒന്നിനു പറയും ഒന്നാം രോഗപീഠകളിലൂടെ കടന്നു പോകുന്നു. സമ്പാദിച്ച മുഴുവൻ കർത്താവെ ആശുപത്രി കൊണ്ടുപോയി കൊടുക്കാനേ ഈ മക്കൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. കർത്താവ്, ഈ മക്കൾ സഹിക്കുന്ന സഹനങ്ങൾ, വേദനകൾ എല്ലാം നിന്റെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ രോഗികളായ മക്കൾ കടന്നു വന്ന് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ രോഗികളിലേക്ക് സൗഖ്യം വ്യാപരിച്ചുവല്ലോ. ഈ മക്കളുടെ എല്ലാ രോഗങ്ങളും ഇതിന്റെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു. എന്ത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ടല്ലോ കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ ഈ മക്കളുടെ സഹനങ്ങളെ എല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ആരോട് ഞങ്ങൾ പറയും കർത്താവേ, ഞങ്ങളുടെ വേദന, ഞങ്ങളുടെ നൊമ്പരങ്ങൾ എല്ലാം നിന്റെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. രണ്ട് കരം ഉയർത്തി വിളിച്ചുടരട്ടെ. യേശുവേ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ
പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കഴിവുകൾ കാണാം. രണ്ട് കരങ്ങളും യാചനാരൂപത്തിൽ തുറന്നു പിടിക്കുക മക്കളെ. കർത്താവ് നമ്മെ ആസ്വദിക്കാൻ പോകുന്ന സമയമാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്ന സമയമാണ്. കർത്താവ് നമുക്ക് സൗഖ്യം തരാൻ പോകുന്ന സമയമാണ്. നമുക്ക് എതിർ ചിന്തകൾ കടന്നു വരുന്നു. ഇതൊന്നും ശരിയാവില്ല, നെരിയാവില്ല, നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊന്നും പ്രവർത്തിക്കാൻ പോകുന്നില്ല. നിരാശ, എല്ലാം അടുത്ത അവസ്ഥ, ഉത്കണ്ഠ, ആകുലത, ഇതൊക്കെ പിശാച് തരുന്ന മക്കളെ. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്ത എന്ത് ലഭിക്കുമെന്ന് നീ വിശ്വസിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ നിന്റെ പ്രാർത്ഥനകളും നിന്റെ നിയോഗങ്ങളും എല്ലാം നീ ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അനുഗ്രഹിക്കുന്നു, കർത്താവ് അഭിഷേകം ചെയ്യുന്നു, കർത്താവ് മുദ്ര കുത്തുന്നു. സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ആസ്വദിക്കട്ടെ. സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക്